എന്നാലോ പുല്ലാളൂര് വന്ന് ചില ബെഡായിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ ബെഡായി നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ വരെ വിടുവോ? തെളിവുകൾ ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നു, ഖണ്ഡനങ്ങൾ മാറി മാറി വന്നു. അവസാനം കഴിഞ്ഞ ദിവസം നമ്മളത് ശരിക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോ ഒരു മൗലവി വന്നിരുന്നു നമ്മളോട് മുട്ടാൻ. അയാൾ നിർത്തിവെച്ച് പോയി മാളത്തിൽ ഒളിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഏത് മാളത്തിൽ ഒളിച്ചാലും പിടിച്ച് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് മശായിഖിന്റെ മദതിൽ ഞങ്ങൾ പറഞ്ഞാൽ പുറത്തു വരലല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അതെന്തായാലും വല്ലാത്തൊരു മദതായി പോയി. എന്റെ ചെങ്ങാതി, ഇങ്ങനെ ബെഡായി പൊട്ടിച്ച ആ സമയം വേണോ എൻ്റെ ആ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ? അതിനൊന്നും മറുപടി പറയാതെ, കേട്ടതായി പോലും നടിക്കാതെ പിടിച്ച് ഞങ്ങൾ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ ബെഡായി പൊട്ടിക്കാൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സുഖമില്ലായിരുന്നു, പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇയാള് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മശായിഖന്മാരുടെ മദത് കൊണ്ട് പുറത്തിറക്കി നമ്മൾ എന്നൊക്കെ വീരവാദം മുഴക്കാൻ. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എവിടെ നൗഷാദെ? കാട്ടുവളപ്പിൽ നൗഷാദെ, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എവിടെ? ഒന്നാമതായി ഞാൻ ചോദിച്ചു, ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലാ മഹാനവറുകളുടെ തുഹ്ഫ ഞാൻ വായിച്ചപ്പോൾ നീ അതിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. ഞാൻ ചോദിച്ചു, ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ എന്നല്ല, മഹാനവറുകളുടെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഇബ്ലീസ് തൗബ ചെയ്യുമെന്നും മുസ്ലിമാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ ഒരു ഇബാറത്ത് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കണ്ടില്ലല്ലോ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. രണ്ടാമത് ഞാൻ ചോദിച്ചു, നീ ഏതോ മൂല്യാര് നിന്നെ വിളിച്ചിട്ട് എനിക്ക് തുഹ്ഫ ഓതി തന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? പച്ച നോണ. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നീ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ആളാണെന്ന് സാധാരണക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ നിന്നോട് രണ്ടാമതായി ചോദിച്ചു, ആ മൂല്യാരാരാ? അയാൾ നിനക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചതെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നോട്ടടക്കം ആ നമ്പർ സഹിതം നീ പുറത്തുവിട്. ഞാൻ ആ മൂല്യാരോടൊന്ന് സംസാരിക്കട്ടെ. നീ എന്താ അതിന് മറുപടി പറയാതിരുന്നത്? എന്താ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് നൗഷാദെ? മൂന്നാമത് ഞാൻ ചോദിച്ചു, മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാ മഹാനവറുകളുടെ കിതാബ് നീ പച്ചയായി വ്യഭിചരിച്ചു. എന്നിട്ട് നീ പറഞ്ഞതെന്താ? ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റുമെന്നതിന് ഈ ഹദീസ് തന്നെ തെളിവാണെന്ന് ഇമാം ഷഅറാനി പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നീ പറഞ്ഞത്? ഒരു വരി വായിക്കാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, നീ വായിച്ചോ? പിന്നെയും നിന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? നീ പറഞ്ഞു ലോകത്തൊരാൾ പോലും പറയാത്തൊരു വാദം, എന്ത് സ്പെഷ്യൽ ഇടപെടലുണ്ടായാൽ ഇബ്ലീസും മുസ്ലിമാകുമെന്ന്. അതിന് തെളിവെവിടെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞോ? ആ ഭാഗം കേട്ടതായി പോലും നടിച്ചില്ലല്ലോ. എന്താ നൗഷാദെ മറുപടി പറയാത്തത്? പിന്നെയും നിന്നോട് ഞാൻ ചോദിച്ചു, നാളെ ആ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് ഇബ്ലീസ് എങ്ങാനും മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്ത് ചെയ്യണം? കാരണം ഖുർആനിൽ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. അവൻ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ആയത്തുകൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ നിന്നോട് ചോദിച്ചു. എന്തെങ്കിലും ഒഴിഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറയാതെ വന്നിട്ട് ബെഡായി പൊട്ടിക്കാൻ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു മശായിഖന്മാരുടെ മദത് കൊണ്ട് എന്നൊക്കെ. വല്ലാത്തൊരു മദതായിപ്പോയി. ഈ ജാതി മദതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഇബ്ലീസിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ തന്നെയാണ്. അതുകൊണ്ട് നൗഷാദെ, ഇനി വരികയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ അക്കമിട്ട് ഇബാറത്തുകൾ ഇങ്ങോട്ട് വായിക്കണം മറുപടിയായിട്ട്. നിന്റെ ദുർവ്യാഖ്യാനമോ നിന്റെ തൊള്ളബടായിയോ അല്ല കേൾക്കേണ്ടത്, മറിച്ച് മഹാന്മാരാകുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയ കിതാബിലെ വാചകങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നീ വായിക്കണം ഇനി വരുമ്പോൾ. മശായിഖന്മാരുടെ മദതുള്ളതല്ലേ, ആ മദത് ഞങ്ങളൊന്ന് കാണട്ടെ.